ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ഫോണുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിനകത്തൊരു നാലാമത്തെ ഫോണ് എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത് പറഞ്ഞതിന് മുമ്പ് വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു. ആരും എഴുതി വിട്ടതാണ്, പേര് മറന്നുപോയിട്ടോ, സോറി, ക്ഷമിക്കണം. തൃശ്ശൂരുള്ള ഒരാൾ സൗദിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്. അയാൾ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ, ഇത്രയും നാൾ സൗദിയിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് വിൽക്കാൻ പോകുന്നു എന്ന്, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞാനിത് വായിച്ചപ്പോഴാണ് എനിക്കും ഉണ്ട് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് 2 മക്കളാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മക്കളും വർക്ക് ചെയ്യുകയാണ് ഇപ്പം. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മക്കൾ രണ്ടും +2 പഠിച്ചിറങ്ങിയപ്പം ഞാൻ വട്ടപൂജയായിട്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു 2-3 പവൻ, ഒരു 3-4 പവൻ അത്രേ ഉള്ളൂ. അത് കൂടുതൽ ഒരു സാധനം എൻ്റെ കയ്യിലില്ല. അക്കൗണ്ടിൽ പൈസയൊന്നുമില്ല. അങ്ങനെ ഞാൻ വട്ടപൂജ, ഈ ഒരു കാര്യം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. 2 പേരും, മോന് +2 കഴിഞ്ഞ് ഇറങ്ങിയേക്കുന്നു, മോള് എൻട്രൻസ് കഴിഞ്ഞ് ഇറങ്ങിയേക്കുന്നു. അവൾ എൻജിനീയറിങ് കിട്ടി, അവൾക്ക് അവളുടേതായ കാര്യത്തിന് ഫീസ് അടയ്ക്കണം, മോനെ പഠിപ്പിക്കണം. 2 പേരും ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മോന് നല്ല ടെൻഷനുണ്ട്, ഫ്യൂച്ചർ പഠിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ ഞാനൊരു ജോലി കിട്ടുന്ന പണി നോക്കാം എന്ന് പറഞ്ഞു. അന്ന് ഈ ഹോട്ടൽ മാനേജിലൊക്കെ ഭയങ്കരമായിട്ട് ചാൻസ് ഉള്ള സമയമായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ ഞങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റിന് മോൻ പോകാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് ഫിക്സ് ചെയ്തു. മോൾക്ക് എൻജിനീയറിങ്ങിനാണ് കിട്ടിയിരിക്കുന്നത്, അവൾക്ക് ഫീസ് അടയ്ക്കണം, ബുക്ക് വാങ്ങണം, അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ 2 പേരും, മോള് നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പം ഇതൊക്കെ എൻ്റെ മുമ്പിൽ ഈ 2 പേരും ചോദിച്ചിഹ്നമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഞങ്ങളിങ്ങനെ ഒരു വട്ടമേശയല്ല, ഞങ്ങൾ 3 പേരും കൂടിയിട്ട്, 4 പേരുണ്ട്, എൻ്റെ അമ്മയുണ്ട്, അമ്മയും കൂടെ കൂടിയിട്ട് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചു നോക്കണേ മോളെ, എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും സഹായിക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്, അവരോടൊക്കെ ചോദിച്ചപ്പം എല്ലാവരും കൈമലർത്തി ബുദ്ധിമുട്ടാണ്, തരാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ലൈഫിൽ ഈ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്, ആരും സഹായിക്കാനില്ലെന്ന് മനസ്സിലായപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞ് വന്നത് എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കുട്ടികൾക്കൊക്കെ അല്ലേ. അപ്പോൾ ആ എഡ്യൂക്കേഷൻ ലോണ് എന്നുള്ള സംഭവം പെട്ടെന്ന് എൻ്റെ മോൻ പറഞ്ഞു, അമ്മ നമുക്ക് വിദ്യാഭ്യാസ ലോൺ നോക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണല്ലോ, അങ്ങനെ സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ 3 പേരും കൂടെ തീരുമാനിച്ചു, എന്നാൽ പിന്നെ ബാങ്കിൽ പോയിട്ട് ചോദിച്ചു നോക്കാം, ഒരു വിദ്യാഭ്യാസ ലോൺ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചു നോക്കാം വെച്ചാൽ ഞാനും മോളും കൂടെ പോയി മോനെ വീട്ടിലിരുത്തി. അങ്ങനെ ഞങ്ങൾ പോയി, ഞങ്ങളുടെ അടുത്തുള്ള വീടിനടുത്തുള്ള തന്നെ ബാങ്കിൽ പോയി ചോദിച്ചപ്പം അവിടുന്ന് അവരെന്നോട് ഇങ്ങോട്ട് കുറേ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് അതുണ്ടോ ഇതുണ്ടോ അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിച്ചു കുറേ ക്വസ്റ്റ്യൻസ്. ഞാൻ അംബാനിയുടെ പെങ്ങളല്ലാന്ന് പറയാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ നമ്മളോട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റില്ല എന്ന് തന്നെ അവർ പറഞ്ഞു. അപ്പോൾ ഞാനും മോളും കൂടെ വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് വീട്ടിൽ ഞങ്ങൾ വരുന്നേ കാത്ത് എൻ്റെ മോൻ ഇരിക്കുവാണ് സിറ്റ് ഔട്ടിൽ. എന്താ ബാങ്കുകാർ പറഞ്ഞേ, അവരാണ് മെയിനായിട്ടും. മോക്ക് എൻട്രൻസ് കിട്ടിയോണ്ട് വലിയ പൈസ ആവില്ല, പക്ഷേ മോനെ പഠിപ്പിക്കാൻ എനിക്ക് നല്ല പൈസ വേണം. ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു കോളേജ് ചോദിച്ചപ്പോൾ 4 ലക്ഷം രൂപയോളം നമ്മളവിടെ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല ഫീസൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുവാണല്ലോ, മോനിങ്ങനെ കാത്തിരിക്കുവാണ്. അപ്പോൾ ഞാനിങ്ങനെ മോനോട് പറഞ്ഞു, മോനെ ബാങ്കിൽ നടക്കൂല എന്ന് പറഞ്ഞു. അപ്പം ഇനി അമ്മ നമ്മൾ എന്ത് ചെയ്യും? കൊച്ചിന് ഭയങ്കര ടെൻഷനായിട്ട്, കാരണം അവന് പണിയെടുത്ത് ഞങ്ങളെ നോക്കണം എന്നുള്ള ഒരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് സമാധാനമായിട്ട് എന്തെങ്കിലും ദൈവം കാണിച്ചു തരും എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാനും മക്കളും എല്ലാം കൂടി സിറ്റ് ഔട്ടിൽ എങ്ങനെയിരുന്ന ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, എന്ത് ചെയ്യും ആരോട് ചോദിക്കും, കാരണം ബന്ധുക്കളൊക്കെ കൈമലർത്തുവാണ്. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ ഞങ്ങൾ മാത്രമേ ഇനി ഇറങ്ങാനുള്ളൂ, എവിടെയെങ്കിലും ഇറങ്ങിയാൽ മാത്രമേ ഞങ്ങളുടെ കാര്യം നടക്കുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ മോൻ എന്നോടൊരു ചോദ്യം, അമ്മേ നമുക്ക് കലക്ടറെ ഒന്ന് കാണാൻ പോയാലോ എന്ന്. അത് കലക്ടറെ കാണാൻ പോയാലോ, കലക്ടറെ കണ്ടിട്ട് എന്ത് ചെയ്യാനോ മോനെ എന്ന് ചോദിച്ചു. പിന്നെ ഞാനതിനെക്കുറിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി കലക്ടറെ പോയി കണ്ടാൽ എന്തെങ്കിലും കാര്യം നടക്കാനില്ല. കാരണം 2 മക്കളും പഠിക്കുന്നവരാണ്, 2 മക്കളും നന്നായി പഠിക്കുന്ന പിള്ളേരാണ്. അവരുടെ സർട്ടിഫിക്കറ്റ്സ് കൊണ്ട് പോയ കളക്ടറൊക്കെ നോ പറയാൻ പറ്റില്ല എന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ധൈര്യത്തിൽ പറഞ്ഞാൽ ശരി പോയേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം മോളെ കൂട്ടിയിട്ട് മോളുടെ സർട്ടിഫിക്കറ്റ്സും മോൻ്റെ സർട്ടിഫിക്കറ്റ്സും എടുത്ത് ഞങ്ങൾ കലക്ടറെ പോയി കാണാൻ വേണ്ടി പോയി. അന്ന് കൃത്യം അവിടെ കലക്ടർ ജനങ്ങളെ കാണുന്ന ഒരു ദിവസമായിരുന്നു.
അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ കയറിയിട്ട് കലക്ടറെ കാണാൻ വന്നാണെന്ന് പറഞ്ഞു. അവിടെ കയറിയിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ കുറച്ച് പുറത്ത് വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അസിസ്റ്റൻറ്റ് കളക്ടർ ഞങ്ങളുടെ കയ്യിലേക്ക് ഒരു ലെറ്റർ കൊണ്ടു തന്നു. നിങ്ങൾക്കിപ്പോൾ ആലോചിക്കാമല്ലോ, ദൈവം തമ്പുരാൻ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സഹായത്തിനുണ്ടാവുന്നുള്ള ഒരു സന്ദർഭമായിരുന്നത്. അസിസ്റ്റൻറ്റ് കളക്ടർ ഞങ്ങളുടെ ലെറ്റർ കൊണ്ടു തന്നത്, ഇത് നിങ്ങൾ ഏത് ബാങ്കിലാണോ നിങ്ങളുടെ വീടിനടുത്തുള്ള ബ്രാഞ്ച്, ആ ബ്രാഞ്ചിൽ നിങ്ങൾ ലെറ്റർ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞു ഞാൻ അവിടുന്ന്. അത്രയ്ക്ക് സന്തോഷമായിരുന്നു. ഒരു പിടിവള്ളിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ആരും സഹായിക്കാനില്ലാത്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു പിടിവള്ളിയായിരുന്നു. ഞങ്ങൾ നേരെ അപ്പം തന്നെ ആ കടലാസും കൊണ്ട് നേരെ പോയിട്ട് ഞങ്ങൾ ആദ്യം ചോദിച്ചൊരു ബാങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുത്തത്. പക്ഷെ അത് ആ ബാങ്കിലല്ലായിരുന്നു, ഞങ്ങളുടെ ബ്രാഞ്ച് തൊട്ടടുത്തുള്ള വേറൊരു ബാങ്കായിരുന്നേ. അപ്പം ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത് ഇവിടെയല്ല, നിങ്ങളുടെ ബ്രാഞ്ച് അവിടെയാണ്, അവിടെ കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ബാങ്ക് മാനേജർക്ക് ഞാൻ ആദ്യം ചോദിച്ച ബാങ്ക് മാനേജർ കാര്യം ക്ലിക്കായി, ഇവർ വിട്ടിട്ടില്ല, ഇവർക്ക് എന്തായാലും ലോണ് ബാങ്ക് കൊടുത്തേ തീരുമെന്ന്. അങ്ങനെ ഞങ്ങളുടെ ബ്രാഞ്ചിൽ ഞങ്ങളുടെ ആ സ്ഥലത്തുള്ള ബ്രാഞ്ചിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഈ ലെറ്റർ കൊടുത്തു. അവർ എന്നോടൊരു അക്ഷരം ചോദിച്ചില്ല, നിങ്ങൾക്ക് അതുണ്ടോ ഇതുണ്ടോ, അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടില്ല. അവർ മോൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കാൻ പോകുന്നത്, അവിടുത്തെ കാര്യങ്ങൾ, കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളും, പിന്നെ പട പേപ്പർ നീങ്ങി എൻ്റെ മോന് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ BSc ഹോട്ടൽ മാനേജ്മെൻറ്റിന് കോഴിക്കോട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി. അങ്ങനെ മോൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അത് കണ്ടപ്പം ഞാൻ ആ ഒരു വാർത്ത കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇതാണ്. ആ ചേട്ടൻ മക്കൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ലോൺ എടുക്കുകയാണ് ചെയ്തത്. ഞാനിവിടെ അതല്ല ചെയ്തത്. ഞാൻ എൻ്റെ മോനെ കൊണ്ടാണ് ലോൺ എടുപ്പിച്ചത്. മോൻ്റെ പേരിലായിരുന്നു ലോൺ. മോൻ്റെ പേരിൽ വിദ്യാഭ്യാസ ലോൺ വന്നപ്പം അവനതൊരു ബാധ്യതയാണ് അല്ലേ. അവൻ പഠിച്ചിറങ്ങി 1 വർഷത്തിനുള്ളിൽ അത് തിരിച്ചടയ്ക്കണമെന്നായിരുന്നു അന്നത്തെ റൂള്. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, ഞാനിത് ലോൺ എടുത്താണ് പഠിച്ചിരിക്കുന്നത്, അപ്പോൾ എനിക്ക് 1 വർഷം കഴിഞ്ഞ് ഞാൻ പഠിച്ചിറങ്ങി 1 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഈ ലോൺ തിരിച്ചടയ്ക്കണം. അവൻ്റെ ഉള്ളിൽ ആ ഉത്തരവാദിത്തം വന്നോ? ഇന്നത്തെ ഏത് മാതാപിതാക്കളാണ് ഇത് ചെയ്യുന്നത്? പണമില്ലാന്നും പറഞ്ഞ് കുട്ടികളെ വെറുതെ വീട്ടിൽ ഇരുത്തി അവിടെ ഇവിടെ അലയപ്പെടും. പക്ഷെ ഞാൻ ഒന്ന് മാതാപിതാക്കളോട് പറയാണ്, നിങ്ങളുടെ മക്കൾ പഠിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ്സ് കൊണ്ട് ബാങ്കിൽ പോയിക്കോളൂ. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ മസ്റ്റായിട്ട് കിട്ടിയിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ നിങ്ങൾ നേരെ മക്കളെ കൂടി കളക്ടറിൻ്റെ അടുത്ത് പോകും. എന്തിനു പേടിക്കണം? പിള്ളേർക്കൊരു ഉത്തരവാദിത്വവും, അവർ പഠിക്കും, അവർ ജോലി എടുക്കും, ആ കാശ് തിരിച്ചടയ്ക്കും. പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇന്ന് ആ തൃശ്ശൂരുകാരത്തെ ചേട്ടൻ ചെയ്ത പോലെ വീട് വിൽക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അന്ന് ഞാൻ ചെയ്തത് എൻ്റെ മക്കൾ ചെയ്തു എത്രയോ ശരിയായിരുന്നു എന്ന് ഇന്ന് ഞാൻ അത് വായിച്ചപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു. ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടില്ല. അവൻ അപ്പോൾ തന്നെ പഠിച്ചിറങ്ങിയോടെ അവന് എറണാകുളത്തൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവൻ ദുബായിലേക്ക് പോയി. വളരെ പെട്ടെന്ന് ഞാൻ ലോൺ അവൻ ക്ലോസ് ചെയ്തു. അവൻ്റെ ഉത്തരവാദിത്വമായിരുന്നു അത്. അത് കഴിഞ്ഞ് ഇപ്പോൾ അവനുള്ളത് കാനഡയിലാണ്. അതും എല്ലാം അവൻ്റെ സ്വന്തം പ്രയത്നത്താൽ അവൻ അവിടം വരെ എത്തി. കാനഡയിൽ PR ആണ് ആൾ. നമ്മൾ മക്കൾക്ക് വഴി തെളിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. അല്ലാതെ മക്കളുടെ എല്ലാ കാര്യങ്ങൾക്കും പുറകെ മാതാപിതാക്കൾ ഓടിയിട്ട് കടം വാങ്ങിച്ച് വെച്ചിട്ട് മാതാപിതാക്കൾ വീട് വിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി പ്രായപൂർത്തിയായ ഓരോ കുട്ടിക്കും എഡ്യൂക്കേഷൻ ലോൺ കിട്ടും. നിങ്ങൾ അതിൻ്റെ പുറകെ പോവുക. വെറുതെ എന്തിനാണ് മാതാപിതാക്കളെ മക്കളെ വഷളാക്കുന്നത്? മക്കൾ നന്നാകണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതെനിക്ക് ഇന്നലെ വായിച്ചപ്പോൾ തൊട്ട് പറയാൻ തോന്നിയൊരു കാര്യമാണ്. എല്ലാവരും കഴിവതും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക്, ഇപ്പോൾ സ്കൂള് കോളേജുകളൊക്കെ തുറക്കുന്ന ടൈമാണ്, പലരും പല അഡ്മിഷനും ഓടി നടക്കുന്ന ടൈമാണ്. പണമില്ലാത്തവരാണെങ്കിൽ ദയവ് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ നേരെ നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ, നല്ലോണം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇത്ര പെർസെൻറ്റേജിന് മുകളിൽ ആ കുട്ടികൾ ആത്മാർത്ഥമായി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ ധൈര്യസമയം നിങ്ങൾ പൊക്കോ, ബാങ്കിനെ സമീപിച്ചോ. ഇനി ബാങ്ക് തന്നില്ലേ കളക്ടറെ പോയി കാണും. ഞാൻ ചെയ്തതുപോലെ കിട്ടും നിങ്ങളുടെ മക്കൾക്ക്. അവർ ഉത്തരവാദിത്തോടെ വളരട്ടെന്നേ. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ വന്നിരിക്കുന്നത്. അപ്പം 4ാമത്തെ ഫോണിനെ കുറിച്ച് ഞാൻ പറയാനാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് നല്ലോണം ആ കഴിഞ്ഞ കാലങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് സമയം ഒരുപാട് അങ്ങ് നീണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നിങ്ങളിതിൽ കഥകളൊക്കെ കേട്ടിരിക്കുന്ന അറിയില്ല. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ 4ാമത്തെ ഫോണിനെ കുറിച്ച് മസ്റ്റായിട്ടും പറഞ്ഞിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.